This news is sponsored by മസ്കറ്റ് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ്, സൊക്കോസോ കോൺവെന്റ് സ്കൂളിന് സമീപം, മാള. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഒരു നാരായണേട്ടനെ പരിചയപ്പെടുത്താൻ ഇവിടെ വന്നേക്കണത്. ഞാനിപ്പോൾ നമ്മൾ ചാപ്പാറയാണ്, കൊടുങ്ങല്ലൂർ. അപ്പം നാരായണേട്ടൻ്റെ കുറേ വിശേഷങ്ങളാണെന്ന് അറിയാൻ പോകുന്നത്. നാരായണേട്ടൻ ഒരു മാല ബൾബൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നേക്കണം. കാരണം കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അദ്ദേഹം എഴുന്നേറ്റാന്ന് ചോദിക്കണം. നമ്മ പതുക്കെ നാരായണേട്ടൻ്റെ വീട്ടിലേക്ക് കയറാം. അപ്പം നാരായണേട്ടൻ്റെ വീട്ടിലേക്ക് നമുക്ക് കയറാം. നാരായണേട്ടാ, ഗുഡ് മോർണിംഗ്. നാരായണേട്ടൻ പണിയിലാണോ? ആ, പണിയിലാണ്. രാവിലെ എപ്പോഴും എഴുന്നേക്കും? അപ്പോൾ കാലത്ത് ഞാനൊരു 6-5 മണിക്കൊക്കെ, 5 മണി സമയത്തൊക്കെ എനിക്കും മിക്ക ദിവസങ്ങളിലും. പിന്നെ കാലത്ത് തന്നെ കൊച്ചേശ പണി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കും. അപ്പം തന്നെ പിന്നെ കുറെ കഴിയുമ്പോൾ എനിക്കും അതേപോലെ തന്നെ ഉച്ചയ്ക്കും അതേപോലെ തന്നെ വൈകുന്നേരവും രാത്രി ഒരു 11-11:30 വരെ ഞാൻ പണിയും. അത് കണ്ടേ ഉറങ്ങും? 12 മണി കഴിയാണ്ട് ഉറങ്ങൂലേ? ഒറ്റ ദിവസം ഉറങ്ങൂല. 12 മണി കഴിയാതെ ഉറങ്ങിയില്ല. രാവിലെ 4 മണിക്ക് എണീക്കുകയും ചെയ്യും. അടിപൊളി ഒരു കഥാപാത്രമാണ് നമ്മുടെ നാരായണേട്ടൻ. അദ്ദേഹം ഇപ്പൊ തൽക്കാലം റെസ്റ്റിലാണ്. റെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വയ്യാണ്ടാകാന്ന് വെച്ചാൽ ഒരു ആക്സിഡന്റ് ആയതാണ്. തെങ്ങിൽ നിന്ന് വീണല്ലേ? ചെത്തായിരുന്നു. ചെത്ത ഗവൺമെന്റ് ചെത്തല്ല, ടെമ്പററി തൊഴിലാളിയായിട്ട് ചെത്താൻ പോയതാണ്. ശരി. ചേളാരിയില്, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ചേളാരിയിൽ ചെത്താൻ പോയതാണ്. അവിടെ വെച്ച് 2006 എനിക്ക് സംഭവിച്ചത്. അത് പറ്റിയിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ പോകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്നെ കൊണ്ടുപോയത്. അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നെ പിന്നെ അവിടെ നിന്ന് നേരെ കൊടുങ്ങല്ലൂർക്ക് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കുറെ നാൾ കിടത്തി. ശരി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തൃശ്ശൂർക്ക് കൊണ്ടുപോയി. എന്നെ തൃശ്ശൂര് കൊണ്ടുവന്ന് കുറെ ദിവസം അവിടെ കിടത്തി. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി. വീട്ടിൽ കൊണ്ടുപോയത് നമ്മളിട്ട് നീ ഇവിടെ കിടന്നോ? അന്ന് തുടങ്ങി ഇന്ന് വരെയും കിടക്കണം. 19 വർഷമായി. 19 വർഷമായിട്ട് കിടക്കുകയാണ്. ഇപ്പൊ ഈ നിലവിൽ 19 വർഷത്തിന്റെ ഇടയ്ക്ക് 19 വർഷമായാലും ഇപ്പൊ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോ ഈ ഒരു ജോലിയിലേക്ക്, അതായത് ഈ ഒരു മാല ബൾബിന്റെ ജോലിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഇത് നേരത്തെ അറിയാവുന്ന ജോലിയായിരുന്നോ? ഇത് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. എനിക്ക് കറണ്ടിനെ സംബന്ധിച്ചോളം ഒന്നും അറിയില്ല. പേടിയായിരുന്നു കറണ്ട്. പിന്നെ അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതിന് ശേഷം ഞങ്ങൾക്ക് ഞാനും ഭാര്യയല്ലേ ഉള്ളൂ. മകളുണ്ടായിരുന്നു. മകളെ ഞങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്തെന്ന് വെച്ചാൽ എനിക്ക് അപകടം പറ്റി കഴിഞ്ഞപ്പോൾ മകള് ബികോമിന് പഠിക്കുകയായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 3-ാം വർഷം പഠിപ്പ് തുടങ്ങി 3-ാമത്തെ വർഷം ബികോം 3 മാസം ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയാണ് എനിക്ക് പറ്റി വന്നപ്പോൾ തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ മകളെ ഒരു കാളെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കിടപ്പ് ഇങ്ങനെയല്ലേ, നാളെ എന്താണ് സംഭവിക്കാൻ പോണെന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് അനുജന്മാരും അളിയന്മാരും കൂടി പറഞ്ഞ് നമുക്ക് അവളെ കൊടുക്കാം എന്നുള്ളത് വന്ന് അങ്ങനെ അവര് കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ ഭാര്യ മാത്രമല്ലേ വീട്ടിലുള്ളൂ. പിന്നെ ഇത് 1.5 സെന്റ് സ്ഥലത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒരു പണി വേണ്ടേ എന്നാണ് അന്ന് ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടക്കത്തിന്റെ പണി എടുക്കുമായിരുന്നു. ചാപ്പാറക്കുന്നിൽ എല്ലായിടത്തും പടക്കത്തിന്റെ പണി ചെയ്ത് അന്നൊക്കെ. ആ ഒരു സമയത്ത് പൊട്ടിത്തെറി അത് തന്നെ. അവിടെ ഒരു വീട്ടിൽ പൊട്ടിത്തെറിച്ച് 2-3 പെണ്ണുങ്ങൾ മരണപ്പെട്ട്. ആ മരണപ്പെട്ടതിന് ശേഷം ഇവിടങ്ങളിൽ ഇടപാടെ നിർത്തിക്കളഞ്ഞു. പടക്കത്തിന്റെ ജോലി നിർത്തിക്കളഞ്ഞു. ഇത് നിർത്തിക്കളഞ്ഞു കഴിഞ്ഞപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർഗമില്ല. ജോലി ചെയ്യണം, ജീവിക്കാൻ നമുക്കൊരു മാർഗം വേണ്ടേ. പിന്നെ ഒരു ആളടുത്ത് ചെന്നങ്ങായിട്ട് 100 രൂപ നമുക്ക് ചോദിക്കാൻ 1 പ്രാവശ്യം 2 പ്രാവശ്യം ചോദിക്കാൻ പറ്റും. പിന്നീട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോ ഞങ്ങൾ വിചാരിച്ച് നമ്മ ജോലി തന്നെ ജീവിക്കണം, ഒരാളോടും ചോദിക്കരുത് എന്ന് വെച്ചിട്ട് ഞങ്ങൾ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ കിടക്കുന്ന, അതായത് അദ്ദേഹത്തിന്റെ മനസ്സ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണോട്ടെ. കാരണം കിടക്കുന്ന കിടപ്പിലും ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും അധ്വാനിച്ച് ജീവിക്കണം എന്നൊരു മനസ്സുള്ളൊരു മനുഷ്യനാണ് നമ്മുടെ നാരായണേട്ടൻ. ആ ഒരു ചിന്തയിൽ നിന്നിട്ടും അതുപോലെ തന്നെ വൈഫായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് ഈ കിടന്ന കിടപ്പിലും ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ട് ഈ മാല ബൾബിലേക്ക്, അതായത് ഇങ്ങനെ ഒരു കറണ്ടിന്റെ ജോലി അല്ലെ, അങ്ങനെയല്ലേ എത്തിപ്പെട്ടെ? ബാക്കി പറയും. അപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി
ബൈക്കൾ എന്നാണ് പേര്. ആള് മണ്ണാർത്താഴത്തുള്ളതാണ്. നമ്മുടെ സുഹൃത്ത്. ആ അല്ല, എന്നേലും മൂത്തതാണ്. അപ്പൊ സുഹൃത്ത്, നമ്മുടെ സുഹൃത്തല്ലേ? സുഹൃത്ത് അത് തന്നെ. എന്നുവെച്ചാൽ ചേട്ടന്റെ പ്രായം, ചേട്ടനേലും കൂടുതലുണ്ട് പ്രായം പറഞ്ഞാല്. ആളെന്നോട് പറഞ്ഞു, എടാ നീ വിഷമിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് എനിക്കിത് പൈസ തന്നു. അതെ. ആ പൈസ കൊണ്ട് സാധനങ്ങൾ മേടിച്ച് പണിയാൻ തുടങ്ങി. ഞാൻ പണിയാൻ തുടങ്ങിയപ്പോ എന്റെ അനിയത്തിലെ ഭർത്താവ് വന്നിങ്ങാട്ട് എന്നെ കാണിച്ചു തന്നു, ഇത്തിരിക്കുളം കാണിച്ചു തന്നു. കാരണം വെച്ചാൽ അവൻ തളിക്കുളത്തുനിന്നാണ് വന്നതേ. അപ്പൊ ഇവിടെ വന്ന് എന്നെ ഇത്തിരിക്കുളം കാണിച്ചു തന്നു കഴിഞ്ഞിട്ട് അവൻ പോവുകയും ചെയ്തു. പിന്നീട് ഞാൻ തന്റെ ഇടം കൊണ്ട് ഞാൻ ഇതെല്ലാം മനസ്സിലാക്കി. ഇന്ന് ഞാൻ എല്ലാ മാല ഉണ്ടാക്കും, തോരണം, നാട, ഈ മാലകളെല്ലാം മോഡലുകളും ഉണ്ടാക്കി എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വിൽക്കുന്നുണ്ട് ഞാനിവിടെ. ഇപ്പൊ ഈ 2017 തുടങ്ങിയത്. ഇത് തുടങ്ങിയത് 2017 2017 തുടങ്ങിയിട്ട് അതൊരു 7 വർഷത്തോളായിട്ടുണ്ടാവില്ല ഏകദേശം. 2017 തുടങ്ങിയാണ് ഞാനിത്. ഒരു കാര്യമുള്ളതേ, നാരായണേട്ടനോട് സംസാരിച്ചു കഴിഞ്ഞാൽ വാദോരാതെ സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ്. കാരണം ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതൊരു നല്ലൊരു പ്രവണതയാണ് നാരായണേട്ടാ. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ്. എല്ലാവരെയും എന്താ പറയാ, ഒരു സുഹൃത്തുക്കളായി തന്നെ രീതിയിൽ കണ്ട് സംസാരിക്കാൻ പറ്റുക. അതെല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമല്ല. ചില ആൾക്കാരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മിണ്ടാണ്ടിരിക്കും, കുറച്ചു നേരം സംസാരിക്കുമ്പോണ്ട്. പക്ഷെ നാരായണേട്ടൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഒരാളെ നമുക്ക് പെരക്കാത്ത വന്ന് കിട്ടിക്കഴിയുമ്പോഴല്ലേ നമ്മ അതിന്റെ മനസ്സിലാക്കണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആരോടും പറയാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആള് വന്ന് നമ്മുടെ മുമ്പിൽ പെടുമ്പോൾ നമുക്കൊരു ലോകം കിട്ടിയ പോലെയാണ്. തുറന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. ഇപ്പോഴും കണ്ട നാരായണനെ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇതൊരു ഇന്റർവ്യൂ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന രീതിയിലൊന്നുമല്ല. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജോലി ചെയ്യുന്നതിനിടയിലാണ് സംസാരിക്കണത്. നാരായണേട്ടാ, ഇപ്പൊ ശരീരം എങ്ങനെയാണ് ഇപ്പോ ഈ അവസ്ഥ? ശരീരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഭാഗത്ത്, എന്റെ പുറത്തിന്റെ ഭാഗത്താണ് എനിക്ക് നട്ടലിന്റെ സൂക്ഷ്മത അടിപറ്റി പൊട്ടിക്കെടുക്കുക. എങ്ങനെയാണത്? ഒരുപാട് പൊക്കത്തിലുള്ള തെങ്ങായിരുന്നു. ഉയരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ മരിക്കും എന്നാണ് പറഞ്ഞത്. കാരണം ഡോക്ടർമാര് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയായിരുന്നു പറഞ്ഞിരുന്നു പറയണത്. നമുക്ക് അറിവില്ല, നമ്മളിതൊന്നും അറിയില്ല. അപ്പൊ എല്ലാവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നത് എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. ഓർമ്മ വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യനോട്, അവള് വന്നിട്ടുണ്ടായിരുന്നു, അവളോട് ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, ഒരു 6 മാസത്തേക്കുള്ളൊന്നും ഞാൻ കിടക്കൂല. അദ്ദേഹത്തിന്റെ മനസ്സ് കണ്ട, അതായത് അത്രയും പെർഫെക്റ്റ് ആണ് അദ്ദേഹത്തിന്റെ മനസ്സ്. ആ ഒരു കിടപ്പിലും മനോധൈര്യം വിടാതെയാണ് ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം എത്തിയത്. ബാക്കി പറ ചേട്ടാ. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ ജീവിച്ചു. 6 മാസവും കഴിഞ്ഞിട്ടും ഒരു പ്രതികരണം, നമ്മൾ എഴുന്നേക്കുന്ന അവസ്ഥ കാണാനില്ല. അപ്പൊ തോമസ് മാമൻ പറഞ്ഞു, കൊടുങ്ങല്ലൂര് തോമസ് മാമനെ കാണിച്ചപ്പോ തോമസ് മാമൻ എന്നോട് പറഞ്ഞിട്ടില്ല, ഭാര്യനോടും പണ്ടുണ്ടായിരുന്നു, അളിയനോടും പണ്ടുണ്ടായിരുന്നു, നടക്കൂല അവനിഞ്ഞി, അവൻ കിടന്ന അടപ്പ് കൊടുക്കുള്ളൂ കേട്ടാന്ന്. പക്ഷെ ഇവരെന്നോട് അതിനെപ്പറ്റി പറഞ്ഞില്ല. അപ്പൊ ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിലെങ്കിലും വല്ല ഒരു ഡോക്ടർമാരെ വല്ലതും കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കിയാണ്. കാരണം വെച്ചാൽ നിങ്ങൊന്ന് പോയി കാണ് എന്റെ ഇത് കാണിക്കുന്നു. ലാസ്റ്റ് തോമസ് മാമൻ ഇവരോട് പറഞ്ഞ്, ഒരു പണി അവനോട് നേരിട്ട് പറ. അപ്പൊ തെങ്ങിന്ന് വീണപ്പോ നടുവിനാണ് അടി പറ്റിയത്. നട്ടലിന്റെ എങ്ങനെയാണ് പറ്റിയത്? ബാക്കില് അന്ന് ചെത്താൻ പോകുമ്പോ കുറെ സാധനങ്ങളൊക്കെ ബാക്കിലുണ്ടാവും. കത്തിക്കൂട്ടിൽ ഇങ്ങനെ കത്തി തെറിച്ചു പോയില്ല. അപ്പൊ കത്തിരെ പിടി ഇതിലേക്ക് ഇടിച്ചു കയറി, നമ്മളെ വീഴ്ചയില് ഇടിച്ചു കയറി. ബാക്കില് എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടാവും അല്ലെ? അവിടെയൊക്കെ എല്ല് പൊട്ടുകയും ചെയ്ത്. പിന്നെ നമ്മുടെ ഇങ്ങനെ ഞരമ്പുകൾ, എല്ലുകൾ ഇതിങ്ങനെ എല്ലിരിക്കണത്, അത് ഒന്നുള്ളിലേക്ക് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയും ഇതുപോലെ ഇരുന്നു പോയി. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ദുഷ്മനാടി ഇതിന്റെ ഉള്ളിൽ കിടക്കണത് പൊട്ടി. അത് കാരണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തിനാണ് നമ്മൾ ഇത് നാട്ടിലുള്ള ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ വളർന്നു വരുന്ന എല്ലാവർക്കും പ്രചോദനമാണ് നമ്മുടെ നാരായണന്. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഇത്രയും വശം ഈ ഒരു നടു തുടങ്ങിയ അടിയിലേക്ക് തൊട്ടാ പോലും അറിയില്ല, അങ്ങനെയല്ലേ? എന്റെ ഈ ഭാഗം തുടങ്ങി അങ്ങോട്ട് കീഴോട്ട് അറിയില്ല, ഒട്ടും അറിയില്ല. അതായത് നമ്മള് മലമൂത്ര വിസർജനം ചെയ്യുന്നത് പോലും അദ്ദേഹത്തിന് അറിയാത്ത അവസ്ഥയിലാണ് അല്ലെ? അത് തന്നെയാണ്. ജനങ്ങളോട് നാരായണന് അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? പറയാനുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒരേ മാല 2 മാലെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാം. അല്ലാതെ ഞാൻ വേറെ ഒന്നും ആരോടും ചോദിക്കും പറയില്ലേ? അതെ. അതായത് നാരായണന് ഹെൽപ്പുകളൊന്നും തന്നെ വേണ്ട. കാരണം
അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ലല്ലേ? ഹെൽപ്പുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, എനിക്ക് ഇതിനന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം വെച്ചാൽ എൻ്റെ ആ വഴി വന്ന കണ്ട അത് ഞങ്ങള് 3 പേര് മേടിച്ചാക്കണ വഴിയാണ്. 1 മീറ്റർ വീതിയുള്ളൂ. അപ്പൊ എനിക്ക് അതിനന്ന് അങ്ങോട്ട് പുറത്തോട്ട് കിടക്കാൻ പറ്റണേ. ഇപ്പൊ ഒരു വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇതിനന്ന് പൊക്കി വീൽ ചെയറിൽ ഒരു കണക്കിനാണ്. അത് തീർച്ചയായിട്ടും ഞാൻ വഴി കാണിച്ചു തരാം. അത് നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്താണോ? ഇത് മുനിസിപ്പാലിറ്റിയാണ്. അപ്പോ അവരോടാണ് ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ട്? അവരോട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ അതിനകത്ത് വഴി കൂട്ടാൻ അവിടെ സ്ഥലമില്ല, കിട്ടൂല. അപ്പൊ എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തുനിന്ന് എനിക്ക് മാറണം, ഈ സ്ഥലത്തുനിന്ന് മാറണം. മാറിയിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിഴക്ക് വശത്ത് കണ്ടുങ്ങാട്ട് റോഡിന്റെ സൈഡിൽ തന്നെ ഒരു 4.5 സെന്റ് സ്ഥലം എനിക്കുണ്ട്. ശരി, നമ്മൾ സ്വന്തമായിട്ട് സ്ഥലമുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു പെര വെക്കാൻ എനിക്ക് ഭാഗമില്ല. ഓ ശരി. അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടത് തന്നെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണിയെടുത്തിട്ട് നമ്മളിനന്ന് 1 രൂപ സമ്പാദിച്ച് 10 രൂപ വെച്ച് അങ്ങനെ വെച്ചുങ്ങാണ്ട് തന്നെയാണ് പലരും അതിനകത്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് നമ്മുടെ നാരായണന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ആ ഭൂമിയിൽ ചെറിയൊരു വീട് വെക്കണം. അന്ന് ഒരു വയ്യാണ്ടായി കഴിഞ്ഞാൽ എന്നെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. കുറച്ച് ദിവസം മുമ്പായിട്ട് എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി, വല്ലാത്ത വിഷമമൊക്കെ ആയി. നഴ്സുമാരും ഡോക്ടറും ഒക്കെ വന്നു ഇവിടെ. പക്ഷെ അവര് എന്നോട് പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആംബുലൻസ് വിളിച്ച് കൊടുങ്ങല്ലൂർ ആശുപത്രിയിലേക്ക് മാറ്റണം എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കത് ആശുപത്രിയിലേക്ക് മാറ്റാൻ തന്നെ ഒന്നും പറ്റിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയന്മാര് ജോലിക്ക് കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ്. അവരിപ്പോൾ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വൈകുന്നേരം വരുന്നവരെയും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റാനും പിടിക്കാനും പറ്റൂല. അവരുള്ളപ്പോഴാണ് അവർ ഓടി വന്ന് എടുത്തുകൊണ്ടും. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അതിന്റെ പേരിൽ. അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായത് നമ്മുടെ നാരായണേട്ടനാണ്. നാരായണേട്ടന്റെ സ്ഥലം എന്ന് പറയുന്നത് ചാപ്പാറ അല്ലേ? ഇത് ചാപ്പാറ അല്ലേ? കൊടുങ്ങല്ലൂര് ചാപ്പാറയിലാണ് നാരായണേട്ടന്റെ സ്ഥലം. ഏകദേശം 19 വർഷം അല്ലേ? 19 വർഷം ഇദ്ദേഹം കിടപ്പിലായിട്ട് തെങ്ങിൽ നിന്ന് വീണതാണ്. ആ വീഴ്ചയിൽ അദ്ദേഹത്തിന്റെ നടു ഈ ഭാഗം മുതൽ അടിയിലേക്ക് തളർന്നു പോയേക്കാണ്. ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് പൈസയും മുടക്കിയിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയേക്കുന്നത്. പക്ഷെ ഒരു മനസ്സ് എന്ന രീതിയിൽ അദ്ദേഹം ഇന്നും ജോലി ചെയ്ത് ജീവിക്കുകയാണ്. മാല ബൾബ് യാദൃശികമായിട്ട്, അതും ഒരു ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ച ഒരു ജോലിയാണ്. കണ്ടുപഠിച്ച്, അതായത് ഇലക്ട്രിക്കോ ഇലക്ട്രോണിക്സോ പഠിച്ചിട്ടില്ല. പക്ഷെ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി, ചെയ്യാൻ വേണ്ടി ജീവിതം അതായത് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഇങ്ങനെയുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു കഴിവാണത്. അത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് ഈ 7 വർഷമായിട്ട് ചെയ്യണല്ലേ? അതന്നെ. അപ്പൊ ഒത്തിരി പേര് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്നിട്ട് അത് ഞാൻ ആ വഴി കാണിക്കുക, ആ വഴിയിലൂടെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ല. ഒരാൾക്ക് തന്നെ അതിൽ നടന്നു വരാൻ പറ്റില്ലേ? അപ്പോ ഇദ്ദേഹത്തിന് ഒരു ചെറിയ കുറച്ച്, എത്ര സെന്റ് ഉണ്ട്? 4 സെന്റ് സ്ഥലവും അദ്ദേഹത്തിനുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ മുനിസിപ്പാലിറ്റിക്കാരോട് പറയാനുള്ള ഇദ്ദേഹത്തിന് ഒരു വീട് വെക്കാനുള്ള ഒരു സൗകര്യം അവിടെ ചെയ്തു കൊടുക്കണമെന്നാണ് പറയണത്. നിങ്ങളെല്ലാവരും തന്നെ ഇദ്ദേഹത്തെ വന്ന് കാണണം. ഈ ഒരു അവസ്ഥ അത്രയും ദുരിതത്തിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം ഒരു വിജയിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് ഓരോ ജോലികൾ ചെയ്യണത്. അപ്പോൾ നാരായണേട്ടനെ എനിക്കും കാണാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം നാരായണേട്ടാ. അപ്പോ എല്ലാ അർത്ഥത്തിലും പറയാനുള്ളത് നമ്മുടെ മുനിസിപ്പാലിറ്റിയോടാണ്. ഇദ്ദേഹത്തിന് ഒരു വീട് വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. നിർത്തുന്നു. നന്ദി, നമസ്കാരം നാരായണേട്ടാ. എല്ലാ അർത്ഥത്തിലും നമസ്കാരം. താങ്ക് യു. മസ്കറ്റ് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ്, സൊക്കോസോ കോൺവെന്റ് സ്കൂളിന് സമീപം, മാള. അമിതവേഗം വളർന്നു പന്തലിക്കുന്ന മാളയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണി നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു. വിലയിലും മികവിലും ഗുണമേന്മയിലും വിലക്കുറവിലും നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ മസ്കറ്റ് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ്, മാള. വിവിധങ്ങളായ വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പെർഫ്യൂംസ്, ബ്യൂട്ടി ക്രീംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, സ്കൂൾ സാനിറ്ററി ഐറ്റംസ്, ചോക്ലേറ്റ്, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ മസ്കറ്റ് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ്, നിയർ സൊക്കോസോ കോൺവെന്റ്, മാള. ഫോൺ നമ്പർ 8943676300. മസ്കറ്റ് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ്, നിയർ കോൺവെന്റ് സ്കൂൾ, മാള.